CPM-നൊപ്പം സഹകരിക്കാനുള്ള പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായി ഡോക്ടർ പി സരിൻ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി. AKG സെന്ററിലെത്തിയ ഡോക്ടർ പി സരിനെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ആ ദൃശ്യങ്ങളാണ്. അതെ, പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയായെന്ന് ഡോക്ടർ പി സരിനെ സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇനി MV ഗോവിന്ദന്റെ വാക്കുകൾ കേൾക്കാം. ഡോക്ടർ പി സരിൻ ആദ്യമായിട്ട് AKG സെന്ററിലേക്ക് എത്തിച്ചേരുകയാണ്. ഭാവി രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടിയും സരിനുമായിട്ട് ആലോചിച്ച് ആവശ്യമായ സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയായിരിക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും AKG സെന്ററിൽ നിന്ന്. ഷഫീദ്, ഇത് അപ്രതീക്ഷിതമല്ല, ഈ തീരുമാനം പ്രതീക്ഷിച്ചതാണ്. ഡോക്ടർ പി സരിൻ പാർട്ടി അംഗത്വം എടുക്കുന്നു. പാർട്ടിയുടെ ഒരു പാർട്ടിക്കാരനായി CPM കേഡറായി ഒരു സഖാവായി മാറുമെന്നതിൽ അതിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് തെരഞ്ഞെടുത്തു. അദ്ദേഹം വന്നു, ചുവന്ന ഷാൾ ഇട്ട് സ്വീകരിച്ചു. എന്താണ് MV ഗോവിന്ദൻ പറഞ്ഞത്? ഇനി സ്വതന്ത്രൻ പാർട്ടിക്കാരനായി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്, അല്ലേ? വിജയകുമാർ, അതെ, അത് തന്നെയാണ്. അദ്ദേഹം ഇന്ന് ആദ്യ പ്രതികരണമായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ AKG സെന്ററിലെത്തിയ ഡോക്ടർ പി സരിനെ ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിച്ച ശേഷം പറഞ്ഞത് പാർട്ടി സ്വതന്ത്രൻ പാർട്ടിയായി എന്നുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം AK ബാലനടക്കമുള്ള CPM-ന്റെ മുതിർന്ന നേതാക്കൾ സരിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ഈ നക്ഷത്രത്തെ പോലെയുള്ള തിളക്കമാർന്ന നേതാവായി CPM-നൊപ്പം ഉണ്ടാകും, പാർട്ടിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളതായിരുന്നു AK ബാലന്റെ അടക്കം പ്രതികരണം. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറച്ചുകൂടി അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. വലിയ ആവേശത്തോടു കൂടി സരിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ഭാവി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് സരിൻ AKG സെന്ററിലേക്ക് എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഘടകവും മറ്റു ചുമതലകളും സരിനുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇനി അദ്ദേഹത്തിന് എന്ത് ചുമതല കൊടുക്കും, അതല്ലെങ്കിൽ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ സരിനെ എങ്ങനെ പാർട്ടി റെപ്രസെന്റ് ചെയ്യും എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. സരിനെ സംബന്ധിച്ച് പാലക്കാട് 1000 വോട്ടെങ്കിലും അധികം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നേട്ടമായി സരിൻ കരുതുമ്പോൾ CPM-നെ സംബന്ധിച്ച പാലക്കാടേക്കുള്ള ദൂരത്തിലുള്ള ഭാവി കണ്ടുകൊണ്ടുള്ള ആ ഒരു പ്ലേസ്മെന്റ് കൂടിയാണ് സരിൻ എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ CPM-ന്റെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ ഘടകമടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തൊട്ട് മുൻപ് സരിനുമായി MV ഗോവിന്ദൻ കുറച്ചു നേരം കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷം അത് സംബന്ധിച്ച രാഷ്ട്രീയ തീരുമാനങ്ങൾ നമുക്കൊരു പക്ഷേ അറിയാൻ കഴിയും. വിജയകുമാർ. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്.